നമസ്കാരം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതോടെ സർക്കാർ തുടർ പരിശോധനകൾ തുടങ്ങി. ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും അതിന് വഴങ്ങാത്തതിനാൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതിനെക്കുറിച്ചുമുള്ള പരാതികൾ ഉയർന്നതായി പ്രചരണം ഉണ്ടായിരുന്നു. പ്രമുഖരുടെ പേരുകൾ ഉള്ളതിനാലാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്ന വിമർശനവും ഒപ്പമുയർന്നു. ഈ പേരുകൾ പുറത്തുവിടേണ്ടതില്ല, എന്നാൽ കമ്മീഷൻ ശുപാർശ എന്ത് എന്നത് പുറത്തുവരും. ഇത് സർക്കാരിനെ വെട്ടിലാക്കും. ഈ സാഹചര്യത്തിൽ കമ്മീഷൻ തീരുമാനത്തിനെതിരെ അപ്പീൽ പോകുന്നത് ഇപ്പോഴും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. RTI നിയമപ്രകാരം വിലക്കപ്പെട്ടതൊഴിച്ച് ബാക്കിയെല്ലാം നൽകണമെന്നാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. ജൂലൈ 23-നകം ഫീസ് വാങ്ങി അപേക്ഷകർക്കെല്ലാം 26-ന് മുമ്പ് നൽകണമെന്നാണ് കമ്മീഷൻ നിർദ്ദേശം. വ്യക്തികളുടെ സ്വകാര്യത തിരിച്ചറിയുന്ന സൂചനകളുണ്ടാകരുതെന്നും പറയുന്നു. കമ്മീഷനായി ചലച്ചിത്ര അക്കാദമി 1 കോടിയിലേറെ രൂപ ചെലവിട്ടെന്നും കമ്മീഷന്റെ നിരീക്ഷണത്തിൽ പറയുന്നു. റിപ്പോർട്ട് പുറത്തു നൽകാത്ത ഉദ്യോഗസ്ഥ നിലപാട് ശരിയല്ലെന്നും കുറ്റപ്പെടുത്തുന്നു. കമ്മീഷന്റെ സ്വന്തം നിരീക്ഷണവും അഭിപ്രായവും ഉപദേശവും വിവരത്തിന്റെ ഭാഗമായി പുറത്തു കൊടുക്കണം. ഇതും നിർണായകമാണ്. ഏതെങ്കിലും അന്വേഷണത്തിന് കമ്മീഷൻ ശുപാർശയുണ്ടെങ്കിൽ അതും പുറത്തുവരും. ഇത് വലിയ വിവാദമായി മാറുകയും ചെയ്യും. വ്യക്തിഗത വിവരങ്ങളുള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്ന നിലപാടാണ് തുടക്കം മുതൽ സർക്കാർ സ്വീകരിച്ചത്. ഈ നിലപാട് തള്ളുന്നതാണ് കമ്മീഷന്റെ വിധി. പ്രമുഖ നായികമാർ മുതൽ സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ വരെ തങ്ങൾ നേരിട്ട ദുരിതങ്ങൾ കമ്മീഷന് മുന്നിൽ വിവരിച്ചിരുന്നു. സിനിമാ മേഖലയിലെ പല പ്രമുഖരെക്കുറിച്ചുള്ള പരാമർശങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. ഇത് വിവരാവകാശമായി നൽകേണ്ടി വരും. റിപ്പോർട്ടിൽ വ്യക്തിഗത വിവരങ്ങൾ ഒഴിച്ചുള്ളവ പുറത്തുവിടുമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറയുന്നു. വിവരാവകാശ നിയമപ്രകാരം വിലക്കുള്ളത് ഒഴിച്ചുള്ളവ മറച്ചുവെക്കില്ലെന്നും സജി ചെറിയാൻ വിശദീകരിച്ചു. അപ്പോഴും അപ്പീൽ നൽകാനാണ് സർക്കാർ നീക്കമെന്നാണ് സൂചന. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടത് സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ്, അതായത് WCC ആയിരുന്നു. ആരെയും സമൂഹമാധ്യമത്തിൽ അപമാനിക്കാനോ റിപ്പോർട്ടിൽ പറഞ്ഞ പേരുകളെ ചൊല്ലി വിവാദമുണ്ടാക്കാനോ വേണ്ടിയല്ല ഈ ആവശ്യം ഉയർത്തിയതെന്നാണ് കമ്മീഷന്റെ ഉത്തരവ് വന്നതോടെ WCCയുടെ നിലപാട്. മലയാള സിനിമയിൽ ആൾദൈവങ്ങളോ ദിവ്യന്മാരോ ഇല്ലല്ലോ എന്നും പിന്നെ എന്തുകൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് എന്നതിനെ സാംസ്കാരിക മന്ത്രി മറുപടി പറയണമെന്നും സംവിധായകൻ വിനയൻ പ്രതികരിച്ചു. സർക്കാരിന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല, അല്ലെങ്കിൽ എന്തോ മറച്ചുവെക്കാനുണ്ട്, അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടിന്റെ അന്തഃസത്ത ഉൾക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു. ചലച്ചിത്ര അക്കാദമിയുടെ മധ്യസ്ഥതയെന്ന ആശയമാണ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. നിഷ്പക്ഷമല്ലാത്ത അക്കാദമിയെ ഒരിക്കലും ആ ചുമതല ഏൽപ്പിക്കരുതെന്നും വിനയൻ ആവശ്യപ്പെട്ടു.